ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പം ഇവിടെ പെട്ടെന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രവിചന്ദ്രനും ശ്രീജിത്ത് പണിക്കരും തമ്മിലുള്ള സംവാദം തുടങ്ങി അതിൻ്റെ ആദ്യഘട്ടം വരുന്നത്. ആ സമയത്ത് രവിചന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അനൗൺസ്മെൻറ്റ്, പ്രോഗ്രാം ഒരു ചില ടെക്നിക്കൽ റീസൺസ് കാരണം പ്രോഗ്രാം നിർത്തിവെക്കുകയാണ്, എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് സംഘാടകർ അനൗൺസ് ചെയ്താണ്. സംഘാടകരാണ് അത് ആദ്യം അനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നാലെ പെട്ടെന്ന് ഇവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അകത്ത് വന്നു. അദ്ദേഹം വളരെ ഇതായിട്ട് ആരും പാനിക്കാവണ്ട, ഒന്ന് സഹകരിക്കണം, എല്ലാവരും ഒന്ന് ഇവിടുന്ന് എല്ലാവരും പുറത്തിറങ്ങണം, ഇവിടെ ഞങ്ങൾക്ക് ഒന്നുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്, ബോംബ് സ്ക്വാഡ് വരുന്നുണ്ട്, ബോംബ് സ്ക്വാഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം, എല്ലാവരും പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കുന്നത് എന്തോ ഒരു അഖില കേരള സംഘി മുസംഗി ക്രിസംഗി മീറ്റിംഗ് ആയിട്ടുള്ള ലിറ്റ്മസിൽ അവരുടെ തലതൊട്ടപ്പനായിട്ടുള്ള നമ്മുടെ ഹാർപ്പിക് ഹുസൈനെ തീർക്കാൻ വേണ്ടി ഒരാൾ തോക്കും കൊണ്ട് കയറി. അതെ, ഹാർപ്പിക് ഹുസൈൻ്റെ ലൈഫിന് തന്നെ ത്രെട്ടായിട്ട് ഭീഷണിയായിട്ട് ജിഹാദികളുടെ കൂട്ടത്തിൽ നിന്ന് ആരോ തോക്കുമായിട്ടാണ് ഈ പരിപാടി കൊച്ചി കടവന്ത്ര സ്റ്റേഡിയത്തിലോട്ട് വരുന്നത്. പോലീസ് ഭയങ്കരമായിട്ട് അതിഭയാനകമായിട്ട് ഏറ്റുമുട്ടലിൽ പോലീസ് ഈ പറഞ്ഞ പ്രതിനെ പിടിക്കുന്നു. അത് കഴിഞ്ഞ ആളെ ജയിലിലോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ അവിടെ കംപ്ലീറ്റ് ബോംബ് ത്രെട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു, വരുന്ന ആളുകളെ നോക്കുന്നു, ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്തൊരു സംരക്ഷണം കൊടുക്കുന്നു. നോക്കുന്ന സമയത്ത് എല്ലാവരും ഓങ്ങി പറയുന്നു ഏതോ ജിഹാദി വന്നതാണ്, ഏതോ മുറിയന്മാരുടെ കൂട്ടത്തിലുള്ള ഏതോ ജിഹാദിയാണ് വന്നത്. 6-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും ബസ് കിട്ടാണ്ടിരിക്കുന്ന ഏതോ ഇസ്ലാമിക് തീവ്രവാദി നമ്മുടെ പൊൻകുടമായിട്ടുള്ള നമ്മുടെ പൊൻപുത്രനായിട്ടുള്ള ഹാർപ്പിക് ഹുസൈനെ കൊല്ലാണ് അവരുടെ മെയിൻ ഉദ്ദേശം. നമ്മുടെ ഹാർപ്പിക് ഡിങ്കന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാതരം സപ്പോർട്ടും എല്ലാം നമ്മുടെ പോലീസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിരുന്നു രാവിലെ കേട്ടോ. എന്തൊക്കെ ആയിരുന്നറിയോ, അവസാനം പ്രതിയുടെ പേര് പുറത്തോട്ട് വന്നപ്പം ഈ പറഞ്ഞ മൊത്തം എമുക്കളും മുഞ്ചിപ്പോയൊരവസ്ഥയിലാണ് അപ്പം നിൽക്കുന്നത്. ഏതായാലും ലിറ്റ്മസ് പ്രോഗ്രാമിലോട്ട് തോക്കും കൊണ്ടുവന്ന പ്രതിനെ പറ്റി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കൊച്ചി കടവന്ത്രയിൽ യുക്തിവാദി സംഘടനയുടെ പരിപാടിയിലേക്ക് തോക്കുമായി എത്തിയ ആൾ പിടിയിൽ. ഉദയംപേരൂർ സ്വദേശി അജീഷാണ് പിടിയിലായത്. സംഘാടകർ വിവരം അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. എല്ലാം പോയല്ലോ അല്ലെ, മുഞ്ചിപ്പോയല്ലോ നാഥ. അജീഷും അതെങ്ങനെ അജീഷാവുക? അത് ശരിയാവില്ല. വല്ല അബ്ദ്രഹ്മാനോ അല്ല അസറപ്പോട്ടായിരിക്കും. അജീഷ് ആവാൻ ഒരു ചാൻസും ഇല്ല. ഏതോ ജിഹാദി നമ്മുടെ ഡിങ്കപ്പനെ കൊല്ലാൻ വേണ്ടി കൊന്നതാണ്, അല്ലെ വന്നതാണ്, അത് ഉറപ്പാണ്. ഏതോ ജിഹാദി വിട്ടതാണ്. അജീഷൊന്നും അല്ല, ഞങ്ങൾ സമ്മതിച്ച് തരൂലാതാണ് നമ്മുടെ ലോക ഡിങ്കവാണങ്ങൾ, അതായത് തൊരപ്പന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു കഷ്ടമായി പോയി, മുഞ്ചിപ്പോയി. രാവിലെ ഭയങ്കര ഹൈപ്പോടുകൂടി ന്യൂസ് ഇങ്ങനെ അടിപൊളിയായിട്ട് ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. അജീഷിൻ്റെ പേര് പുറത്ത് വന്നതോടുകൂടി മൊത്തത്തിൽ മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് ഇപ്പം ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ ലൈവിൽ വന്നിട്ട് നമ്മൾ ഇസ്ലാമിനെ അങ്ങോട്ട് തകർത്ത് കളയും, അല്ലെങ്കിൽ ഇസ്ലാം ജിഹാദി, എന്നെ കൊല്ലാൻ വന്ന് ഇസ്ലാം ജിഹാദി, എനിക്കിതാ ഈ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല, എന്നെ വല്ല ഇസ്രായേലിലോട്ടോ അല്ലെങ്കിൽ ഇന്നെ വല്ല അമേരിക്കയിലോട്ടോ കൊണ്ടുപോകൂ, ഞാനിതാ നിങ്ങൾക്കായി അങ്ങോട്ട് കർത്താവെ എന്നെ പിടിച്ചോണേ എന്നും പറഞ്ഞിട്ട് റെഡി ആയി നിന്ന് ആരിപ്പ് തിരിച്ചോടിയെന്നാണ് ഇപ്പോൾ കേട്ടത്. കാരണം അപ്പുറത്ത് അസ്രപ്പും അല്ലെങ്കിൽ അബ്ദ്രഹ്മാനും ഒന്നല്ല, അജീഷാണോ അല്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി ചെയ്യാൻ്റെ അതിൽ വാർത്ത ബാക്കി കേൾക്ക്. സ്വയം രക്ഷയ്ക്കാണ് തോക്ക് കയ്യിൽ വെച്ചതെന്നാണ് അജീഷ് പോലീസിനോട് പറഞ്ഞത്. ലൈസൻസ് ഉള്ള തോക്കാണെന്ന് പോലീസും വ്യക്തമാക്കി. വിദ്യാധരൻ കൊലക്കേസിലെ സാക്ഷിയുടെ മകനാണ് അജീഷ്. കേസിലെ പ്രതികൾ അജീഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. വിശദാംശങ്ങൾ വൈശാഖ് കോമാട്ടിൽ നൽകും. വൈശാഖ്, ഈ സംഭവം എപ്പോഴാണ്? ഈ യുക്തിവാദി സംഘടനയുടെ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ഈ തോക്കുമായി അജീഷിനെ അവിടേക്ക് വരാൻ അജീഷിൽ എന്ത് പ്രേരണ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്? അഞ്ജന, ഇതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത്. ഇന്ന് രാവിലെ 8:30ക്കാണ് ഈ യുക്തിവാദി സംഘത്തിന്റെ സംഗമം കൊച്ചിയിൽ ആരംഭിച്ചത്. ആരംഭിച്ചു അതിന് 11 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവങ്ങൾ ഒരു ആശങ്കയിലേക്ക് കൊണ്ടുപോയ സംഭവങ്ങളുടെ തുടക്കം. അതിൽ ഈ പറയുന്ന സംഘടനയിൽ തന്നെ അംഗമായിട്ടുള്ള ആ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തെത്തിയ ഇതാണ് അജീഷ് നേരത്തെ പ്രമാദമായ ലഹരി മാഫിയ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തിയ വിദ്യാധരൻ കൊലക്കേസ്, ആ കൊലക്കേസിലെ 1-ാം സാക്ഷിയുടെ മകനാണ്. ഈ 1-ാം സാക്ഷിയുടെ മകനായ അജീഷ് നേരെ ആ കേസിലെ തന്നെ പ്രതികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. അങ്ങനെ 46 വെട്ടി പരിക്കേൽപ്പിച്ച സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ആ കേസിലെ പ്രതികൾ ഇപ്പോൾ പല ആളുകളും പരോളിൽ ഇറങ്ങുന്നപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് സ്വയരക്ഷയ്ക്കായി ഇയാൾ തോക്ക് കൈവശം വെച്ചത്. അപ്പോൾ സ്വാഭാവികമായും പുറത്തു പോകുമ്പോൾ തോക്ക് കൊണ്ടുപോകുന്ന പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ പരിപാടിയിൽ എത്തുമ്പോൾ അവിടുത്തെ ബൗൺസേഴ്സാണ് അവിടുത്തെ പരിശോധന നടത്തിയിട്ട് ശരി വൈശാഖ്, എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. ശരി, കേട്ടല്ലോ നിങ്ങൾ. അപ്പം അജീഷാണ് സംഘാടകരെ കൂട്ടത്തിൽ നിന്നല്ല നമ്മുടെ അജീഷാണ് തോക്കുമായിട്ട് പിടിയിലായത്. അതായത് സ്വന്തം സ്വയരക്ഷയ്ക്ക് പാവം തോക്കട്ട് ഇവിടെ വെച്ചതാണ്. അതായത് വിദ്യാധരൻ കൊലക്കേസിലെ ആദ്യ സാക്ഷിയുടെ
മകനാണ്. ഇയാൾക്ക് 46 വെട്ട് മറ്റ് പ്രതികളുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ആളാണ്. പാവം സ്വയരക്ഷയ്ക്ക് ഒരു ലൈസൻസ് തോക്കാണ് കയ്യിൽ വെച്ചത്. പ്രോഗ്രാം കാണാനും പ്രോഗ്രാമിൽ രജിസ്റ്റേർഡ് ആയിട്ട് വന്ന ഒരാളാണ്. തോക്ക് കണ്ടപ്പോഴേക്കും നമ്മുടെ ആരിപ്പണ്ണൻ പരിപാടി നിർത്തി ഓടിയെന്നാ കേട്ട്. തിരിച്ച് വന്നോ അവ വന്ന് കാണും, വന്നിട്ട് ഇല്ലെങ്കിൽ മൂഞ്ചി പോവുമല്ലോ. അതുകൊണ്ട് ആരിപ്പണ്ണൻ പേടിച്ച് അല്ലെങ്കിൽ മറ നീട്ടി പുറത്തോട്ട് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അല്ലെങ്കിൽ ഇന്ന് രാത്രി ലൈവ് ഇട്ട് പൊളിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഏതായാലും ആ പരിപാടി ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഈ പരിപാടിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഒരു സംഘ കൃസംഘ മുസംഘ ഗ്രൂപ്പുകളുടെ, അല്ലാതെ എത്തിസ്റ്റ് യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞ വെറുതെയാണ്. ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തെ എണ്ണം കാഴ്ച അല്ലെങ്കിൽ രാജ്യത്തെ എണ്ണം പറഞ്ഞ എത്തിസ്റ്റുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ യുക്തിവാദികളൊന്നും അവിടെ വന്നിട്ടില്ല. വന്നത് രാവിലത്തെ പരിപാടി ആരാ, നമ്മുടെ രവിചന്ദ്രൻ, അതായത് നമ്മുടെ ദൈവം രവിചന്ദ്രൻ സംഘി. ആ സംഘിനോട് ഡിബേറ്റ് ചെയ്യുന്ന ആരോ നമ്മുടെ നിഷ്പക്ഷ സംഘിയായിട്ടുള്ള നമ്മുടെ പണിക്കരും. ഇവർ രണ്ടുപേരാണ് ആദ്യത്തെ സംവാദം. എനിക്ക് മനസ്സിലാകുന്നില്ല, സംഖ്യം എന്താ കോൽക്കളി കളിക്കായിരിക്കും, വേറെ ഒന്നും ചെയ്യാൻ ഞാൻ കാണുന്നില്ലല്ലോ. വേറെ ഒന്നും സംവാദത്തിന്റെ ടോപ്പിക്കായിട്ട് അവിടെ ഒന്നുമില്ല. സംഖ്യ പറയും ഇന്നത് പറയും, സംഖ്യ പറയും നമ്മുടെ എന്താ പറയുക, ഈ നമ്മുടെ വിശ്വഗുരു ഭയങ്കരനാണെന്ന് പറയും. നമ്മുടെ ഇപ്പുറത്തെ സംഖ്യ നിഷ്പക്ഷ സംഖ്യ. മറ്റേ സംഖ്യ പറയും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നല്ലത്, നമ്മുടെ വിശ്വഗുരു അത്ര പോരാന്ന് പറയും. അപ്പോൾ ഇപ്പുറത്തെ സംഖ്യ പറയും ഇന്ത്യ ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് അല്ലേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി. അപ്പോൾ ഇപ്പുറത്ത് പറയും ഇന്ത്യ ഗവൺമെന്റ് അല്ല ഭാരത ഗവൺമെന്റ് തോന്നും അല്ലേ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതരം എന്താ പറയുക സംഖ്യ സംവാദമാണ് രാവിലെ തന്നെ അവിടെ തുടങ്ങിയത്. അതിനുശേഷം പിന്നെ വന്ന സംഖ്യകൾ നമ്മുടെ ഈ ശ്യാമപ്രസാദ്, അതുപോലെ തന്നെ രവിചന്ദ്രൻ, പിന്നെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മറ്റേ ഐറ്റം, ഇതുപോലത്തെ കുറേ സംഘവാണങ്ങൾ വന്നിട്ടാണ് ഇവിടുത്തെ ഈ യുക്തിവാദ സംഗമത്തിലോട്ട് ഡിബേറ്റിന് വന്നിട്ടുള്ളത്. ഇവിടെ സംഖ്യകളല്ലാത്ത ഒരു മനുഷ്യനെ അവിടെ കാണില്ല. ഒന്നുകിലും മുസംഖി അല്ലെങ്കിൽ കൃസംഖി അല്ലെങ്കിൽ പരമസംഖി. ഈ പലതരത്തിലുള്ള സംഘപരിവാണങ്ങളും കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണിത്. അപ്പം ആ പരിപാടിക്ക് ഇച്ചിരി എന്താ പറയുക ബൂസ്റ്റ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ആരോ ചെയ്തു വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഏതായാലും ഈ പരിപാടിയുടെ ഈ ഫസ്റ്റത്തെ രാവിലത്തെ വാർത്ത കണ്ട സമയത്ത് തന്നെ ചാടിക്കയറി സടകുടഞ്ഞ് വന്നിട്ടുള്ള നമ്മുടെ അപ്പിക്കുട്ടന്മാരായിട്ടുള്ള സംഘികളുടെ കുറച്ച് ഇത് കേൾപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് കമൻറ്റുകൾ കേൾപ്പിച്ചു. രാവിലെ ആളെ പിടിച്ച് ആളുടെ പേര് പുറത്ത് വരുന്നതിന് മുമ്പുള്ള വാർത്തകളാണ് കേട്ടോ. ഈ മുറയന്മാരെ കൊണ്ട് ഒരു തരത്തിലും പറ്റില്ലല്ലോ. ജിഹാദി ബന്ധം NIA അന്വേഷിക്കണം. എൻ്റെ പൊന്നെ NIA ഒക്കെ നിന്റെ തന്തണ്ടാക്കി കൊണ്ടുവന്ന ഉരുട്ടിമാലല്ല എന്നുള്ള ആദ്യം ആലോചിക്കുക. പിന്നെ അതാണ് പിന്നെന്താ, അറ്റം വെട്ടിയാൽ ജീവൻ രക്ഷിക്കാം, സുടുക്കൾ മെഴുകാൻ തുടങ്ങിയല്ലോ, മദ്രസ വാണം ആയിരിക്കും, 72 ഹൂറി യോനിക്ക് വേണ്ടി എന്തും ചെയ്യും. ഏതാണെങ്കിലും നീയൊക്കെ നിന്റെ തള്ളൻ്റെ യോനി എന്നല്ല കുണ്ടി എന്നാണ് പുറത്ത് ചാടിയെന്ന് മനസ്സിലാവും. ഒന്നിനും പേരുണ്ടാവില്ല. ഇങ്ങനത്തെ കമൻ്റ് ഇടുന്ന ഒരു വാണസംഖ്യകൾക്കും സ്വന്തം പേരോ അല്ലെങ്കിൽ ഫോട്ടോയോ അല്ലെങ്കിൽ പ്രൊഫൈലോ ഉണ്ടാവില്ല. വല്ല NPR വല്ല ABZ നമ്മളെ വോട്ട് കക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോദിജി ഉണ്ടാക്കിയ പോലെ ABCDയോ XYZ ഒക്കെ ആയിരിക്കും ഇപ്പന്മാരുടെ പേര്. അതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയ കോമഡി. NIA അന്വേഷിക്കണം, അവന് പിന്നിൽ ഏത് തീവ്രവാദികളാണെന്ന്. ഡേവിഡ് ജോൺ നിന്റെ തന്ത ജോണല്ല NIA എന്നുള്ളത് കുറച്ചും ചിന്തിച്ചാൽ വളരെ നല്ലതാണ്. ഇനി അതല്ല, നീ വല്ല സംഘികൾക്ക് ആസനം നക്കുന്നവനാണെങ്കിൽ ചിലപ്പോൾ നിനക്ക് NIA കൊണ്ടുവരാൻ പറ്റൂട്ടോ. അത് നിങ്ങളുടെ ഒരു ഇത്. എന്താണെങ്കിലും പിന്നെ വന്നത് മുറിമോൻ ഭരണം തോക്കുമായി വന്നത് സുഡാപ്പിയാണോ? സുഡാപ്പിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് കലി തുള്ളുന്ന കുറേ സംഘവാണങ്ങളുടെ എല്ലാത്തിൻ്റെയും മോന്തക്കടിച്ച പോലെ പോയി നമ്മൾ അജീഷിൻ്റെ പേര് പുറത്തോട്ട് വന്നപ്പോൾ. അപ്പം എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, എന്താ പറയുക, കളമശ്ശേരി ബോംബ് സ്ഫോടനം. അന്നും ഇതുപോലത്തെ പല സംഖ്യകളും, ഈവൻ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സംഖ്യ നേതാവായിട്ടുള്ള ചന്ദരശേഖരൻ വരെ അന്നിട്ടിരുന്നു ഇത് തീവ്രവാദികളാണ്, മുസ്ലിം തീവ്രവാദികളാണ്. എന്നിട്ട് അവസാനം പേര് വന്നപ്പോൾ നമ്മുടെ മാർട്ടിനായിരുന്നു ബോംബ് വെച്ചത്. ഇവിടെ തോക്കുമായിട്ട് വന്നപ്പോൾ എല്ലാം കൂടെ ചാടിയിട്ട് എല്ലാവരും കൂടെ അവനെ ജിഹാദിയാക്കാൻ നോക്കി. പക്ഷേ പേര് വന്നപ്പോൾ അത് അജീഷായിപ്പോയി. അതോടുകൂടി ഈ ന്യൂസ് കംപ്ലീറ്റ് പോയിട്ടോ. അത് വല്ല അജീഷിന് പകരം ഞാൻ പറഞ്ഞ അഷ്റഫോ അബ്ദുറഹ്മാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എവിടെ നിന്ന് NIA എത്തിയതിന്, ED ഓടി എത്തിയതിന്, ഈവൻ പ്രധാനമന്ത്രി വരെ അനുശോചനം അറിയിച്ചിട്ട് ഈ പരിപാടിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് എൻ്റെ ദുഃഖം ഞാൻ അറിയിക്കുന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പോസ്റ്റ് ഇട്ടേനെ. നമ്മുടെ നാടെങ്ങനെയാണ് പോകുന്നത്. ഏതാണേലും ഇതാണ് ഇന്ന് നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ സകല മുക്കളുടെയും അവർ തന്നെ എന്താ പറയുക തല മണ്ണ് പൂത്തി നടക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വളരെ അബദ്ധമായിരിക്കും കാര്യങ്ങൾ.